ഇറാനും ഇസ്രയേലും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം രൂക്ഷമാകുകയാണ്. അതിനിടയിൽ രണ്ട് ഭാഗത്തും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ റോൾ എന്തായിരിക്കുമെന്നാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പുതിയതാണ്. ഇത്രയും നാൾ നമ്മൾ കേട്ടത് ഇസ്രായേലിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ പലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങളല്ല, അവർ ഒറ്റ ജനതയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടതായിട്ട് വരും. വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന, ലോക രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന പലരും ഈ വിഷയത്തിൽ ഇസ്രയേലിലാണ് ഇതിലെ ഇര എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി ശക്തമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് പറയാനുള്ള ന്യായങ്ങളുണ്ട്. പലപ്പോഴും ഹമാസിനെ പോലുള്ള അല്പം തീവ്രവാദ ചിന്താഗതിയുള്ളവരൊക്കെ റോക്കറ്റുകൾ അയക്കുക, ആളുകളെ ബുദ്ധിമുട്ടി, അങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ ഇവരാണ് കുഴപ്പക്കാരെ എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിലൊരു നല്ലൊരു സെക്ഷൻ ആളുകൾക്കുള്ളത്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇസ്രായേലിൻ്റെ ചരിത്രം? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഉണ്ടായത്? ഇസ്രായേൽ ഉണ്ടാവുക എന്നൊരാഗ്രഹം ലോകത്തെമ്പാടും ചിതറിക്കിടന്ന യഹൂദന്മാർക്ക് ഒരു കാലത്തുണ്ടായിരുന്നു. അതൊന്നാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ഓട്ടോമൻ സാമ്രാജ്യത്തെ കീഴടക്കി തുർക്കിയിലെ സുൽത്താനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്ന് മാത്രമല്ല, അലൻബി എന്ന് പറയുന്ന കേണൽ അലൻബി, അദ്ദേഹം യെരുശലേം കീഴടക്കി. യെരുശലേം വളരെയധികം മതപരമായി പ്രധാനമായിട്ടൊരു ടൗണാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ എല്ലാ മതങ്ങൾക്കും 3 മതങ്ങളിൽ 3 അബ്രഹാമിക് റിലിജൻ, സെമറ്റിക് റിലിജൻ എന്ന് പറയാം. അപ്പോൾ അവർ 3 പേർക്കും പ്രധാനമായിട്ട് സ്ഥലമാണ്. അപ്പോൾ അലൻബി വലിയ സൂത്രക്കാരനായിരുന്നു. അതൊരു ക്രിസ്മസിന് തൊട്ട് മുമ്പാണ് ഇത് കീഴടക്കുന്നത്, 1917 അതിൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ അദ്ദേഹം കുതിരപ്പുറത്ത് പോയില്ല, നടന്നിട്ടാണ് പോയത്. കാരണം വിശുദ്ധ നഗരത്തിൽ കുതിരപ്പുറത്ത് പോകാൻ ഞാൻ അർഹനല്ല എന്നൊക്കെ കാണിക്കുന്നു ഒരു ഗോഷ്ഠികളാണ്. അത് റാണിക്കുള്ള അല്ലെങ്കിൽ രാജാവിനുള്ള, അന്നത്തെ രാജാവാണ്, രാജഭരണത്തിനുള്ള ഒരു സമ്മാനം, ക്രിസ്മസ് സമ്മാനമായിട്ട്. അപ്പോൾ അവിടെ മുതലാണ് ബ്രിട്ടൻ്റെ കീഴിലേക്ക് ഇത് വരുന്നത്. അതിന് മുമ്പ് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നത്. അത് ഒരു ധനികനായ ഒരു യഹൂദൻ അയക്കുന്ന ഒരു കത്തിനുള്ള മറുപടിയാണ്, അല്ലാതെ ഡിക്ലറേഷനൊന്നുമല്ല. ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ഒരു കത്താണ്, ഒരു ലെറ്ററാണ്, അല്ലാതെ ഡിക്ലറേഷനല്ല. ഞങ്ങൾ ഇംഗ്ലണ്ട് ഈ എന്താ പറയുക, ഹോംലാൻഡ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തെ പിന്താങ്ങുന്നതാണ് എന്നൊരു കത്ത് കൊടുത്തു. അപ്പോൾ അന്ന് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ഈ തരത്തിലുള്ള സയോണിസ്റ്റ് മൂവ്മെൻറ്റുകളായിട്ടൊക്കെ ബന്ധപ്പെടുക. അദ്ദേഹം എത്തിസ്റ്റായിരുന്നു. പക്ഷേ ഈ പറയുന്ന കാലത്താണല്ലോ അദ്ദേഹം ഏറ്റവും സജീവമായി നിന്നത്. 1905 മുതൽ 19 വരെയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ മൂർധന്യത്തിലാണ്. അപ്പോൾ ഐൻസ്റ്റീൻ അടക്കമുള്ള ആളുകൾക്ക് യഹൂദൻ എന്ന രീതിയിൽ ഒരു യഹൂദരാഷ്ട്രം വേണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നെ എപ്പോഴാണ് എന്താണ് വേണ്ടി ആ സമയങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത്? ചെറിയ ചെറിയ ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ലോകത്തെമ്പാടും യഹൂദന്മാർ ഉണ്ട്. എന്താ പിന്നെ സംഭവിച്ചത്? ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനിടയിൽ അതിഭയങ്കരമായ പ്രോസിക്യൂഷൻ ആർക്കെതിരെ നടന്നു? യഹൂദന്മാർക്കെതിരെ നടന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, യൂറോപ്പിലെ യഹൂദന്മാർക്കെതിരെ നടന്ന പീഡനത്തിൻ്റെ തിയോളജി എന്തായിരുന്നു? യേശു ക്രിസ്തുവിനെ കൊന്നവരാണെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇവിടെ പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും മനസ്സിലാക്കണില്ല. അപ്പോൾ ഒരു യഹൂദൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൊന്നവരാണ്. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചപ്പോൾ അതിന് മുകളിലൊരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്, INRI എന്നാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലത് വായിക്കുക. അത് ശരിക്കും വായിക്കേണ്ട യേശു ഓഫ് നസറത്ത്, റെക്സ് ഓഫ് യഹൂദ്സ്, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് കുറ്റപത്രമായിട്ട് എഴുതിയത്. അതിനെക്കുറിച്ച് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പീലാത്തോസ് ഇങ്ങനെ എഴുതി, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് ആണ് എഴുതി വെച്ചത്. ഉടനെ തന്നെ യഹൂദന്മാർക്കതിലെ അപകടം മനസ്സിലായി. അവർ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്ന് തിരുത്തി എഴുതണം എന്ന് പീലാത്തോസിന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസിനോട് പറഞ്ഞു.
അപ്പോഴാണ് പീലാത്തോസ് പിന്നീട് എക്കാലത്തെയും പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, എഴുതിയത് എഴുതി. വാട്ട് ഈസ് റിട്ടൺ ഈസ് റിട്ടൺ. ഞാൻ എഴുതിയത് എഴുതി, ഇനി മാറ്റില്ല. അപ്പോൾ അവിടെ മുതൽ ഈ എഴുത്തവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? അതിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടാണ് ന്യൂനപക്ഷത്തെ ആക്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയും. ഭൂരിപക്ഷ വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഏത് രാജ്യത്ത് ആക്രമിച്ചാൽ അവർക്കൊരു ന്യായം പറയാനുണ്ടാവും. അപ്പോൾ യൂറോപ്പിലെ ലക്ഷണമൊത്ത ന്യൂനപക്ഷമായിരുന്ന യഹൂദന്മാർ, ചെറിയ സംഖ്യയുള്ളൂ, അവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. അവർക്ക് സ്കൂളിൽ പഠിക്കാൻ പാടില്ല, അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് ഗെറ്റോ ചെയ്യും, അവരെ സെഗ്രിഗേറ്റ് ചെയ്യും. ഇത് ഹിറ്റ്ലർ അല്ല കേട്ടോ, ഹിറ്റ്ലർക്ക് മുമ്പ് തന്നെ ഈ യഹൂദ വിരോധം യൂറോപ്പിലുണ്ടായിരുന്നു, ജർമ്മനിയിലുണ്ടായിരുന്നു. ആ യഹൂദ വിരോധത്തെയാണ് ഹിറ്റ്ലർ ഉപയോഗിച്ചത്. നമ്മളത് മനസ്സിലാക്കണം. അല്ലാതെ യഹൂദ വിരോധം ഉണ്ടാക്കിയത് ഹിറ്റ്ലർ അല്ല. ചരിത്രത്തിൽ നാം തുടങ്ങുന്നത് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട അല്ല. ഞാനത് സാമാന്യം വായിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ റോസ ലക്സംബർഗിൻ്റെ ജീവചരിത്രം ഞാൻ എഴുതി. അവർ യഹൂദ പെൺകുട്ടിയായിരുന്നു. അവർക്ക് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് പഠിച്ചിരുന്നത്. അവർ പോളണ്ടിലാണ്. പോളണ്ടിലൊക്കെ യഹൂദന്മാർക്കെതിരായിട്ട് ആ കാലത്ത് തന്നെ ഒരു ചീത്ത അഭിപ്രായമാണ്. അപ്പോൾ കാത്തലിക്കായാലും പ്രൊട്ടസ്റ്റൻ്റ് ആയാലും രണ്ടുപേർക്കും യോജിക്കാവുന്നൊരു കാര്യം യഹൂദന്മാർ കർത്താവിനെ കൊന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ യഹൂദന്മാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് യൂറോപ്പിലാണ്, അറേബ്യയിലല്ല. നമ്മൾ വളരെയധികം അർത്ഥത്തോടുകൂടി മനസ്സിലാക്കണം. ഈ യഹൂദ വിരോധം നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് നാസി പാർട്ടിയൊക്കെ 20കളുടെ അവസാനത്തിലും 30കളിലൊക്കെ അല്ലേ അധികാരത്തിലേക്ക് വരുന്നത്. അധികാരത്തിൽ വരുന്നത് 30കളിലാണല്ലോ. അധികാരത്തിലേക്ക് വരാൻ നല്ലൊരു മാർഗം, എപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് എപ്പോഴും അധികാരത്തിൽ വരാൻ നല്ലത് ന്യൂനപക്ഷ വിരോധം പറയുന്നതാണ്. ന്യൂനപക്ഷത്തെ അടിച്ചുകൊണ്ടൊരു നഷ്ടമില്ല. കാരണം അവർക്ക് 10% വോട്ടല്ലേ ഉള്ളൂ. അത് പോട്ടെ, 90% പിടിച്ചാൽ മതിയല്ലോ. ഇതെല്ലാവർക്കും ബാധകമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് ലെനിൻ അടക്കമുള്ള ആളുകൾ ജൂയിഷ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരെ പോകണം. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഓഷ്വിറ്റ്സ് എന്നൊരു സ്ഥലമുണ്ട്, കണ്ടിട്ടുണ്ട്? ഓഷ്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പറമ്പ് പോലത്തെ ഒരു വിഭജനമായൊരു സ്ഥലമാണ് പോളണ്ടിൽ. അവിടെയാണ് ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കിയത്. ഇന്നും ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ ഉണ്ട്. എന്താ അവിടെ ചെയ്തത്? യഹൂദന്മാരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോകും. ഹിറ്റ്ലർക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാവരും പിടിച്ചുകൊണ്ടുപോകും. അവിടെ വിചാരണ ചെയ്യാനൊരു മുറിയുണ്ട്. അവിടെ ഒരു പ്രഹസനം നടത്തി അവരൊക്കെ ഗ്യാസ് ചാമ്പറിലേക്ക് അയച്ചു. ഈ ഗ്യാസ് ചാമ്പറിലേക്ക് പോകണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ ചില ഡോക്ടർമാരോട് നിർത്തിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പച്ചയായ മനുഷ്യൻ്റെ പുറത്ത് പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി. അപ്പോൾ ഇവർ സ്വർണ്ണപ്പല്ല് കെട്ടും, ഇത്തിരി ധനാഢ്യരായിട്ടുള്ള ആൾക്കാർ. ആ സ്വർണ്ണപ്പല്ലെല്ലാം യാതൊരു അനസ്തേഷ്യയും കൊടുക്കാതെ പറിച്ചെടുക്കും. മനുഷ്യൻ്റെ തൊലി പൊളിച്ചാൽ എന്താണ് മനുഷ്യൻ ചെയ്യുക? തൊലി പൊള്ളിയാൽ എന്താണ് ചെയ്യുക? എങ്ങനെയാണ് അവർക്ക് വേദനിക്കുക? വേദന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാകൃതവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ടുള്ള റിസർച്ച് എന്ന പേരിലുള്ള റിസർച്ചുകൾ നടത്തിയ ഒരു കാരാഗ്രഹമായിരുന്നു ഓഷ്വിറ്റ്സ്. ഇന്നും യഹൂദന്മാർ അവിടെ നിന്ന് കരയും. ഞാൻ പോയിട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ കരയുന്നത് കാണാം. നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥമാണല്ലോ ആനി ഫ്രാങ്കിൻ്റെ ഡയറി ഇന്നും നമ്മൾ വായിക്കുന്നില്ലേ? അപ്പോൾ എന്തുമാത്രം ഭയന്നാണ് അവർ ജീവിച്ചത്. അങ്ങനെ അവരെ മുഴുവൻ കൊന്നൊടുക്കി. അവരെ എന്തിനു പറയും? ഞാൻ ഐൻസ്റ്റീൻ്റെ കഥ പറയാം. ഐൻസ്റ്റീൻ ജർമ്മനിയിലായിരുന്നല്ലോ. ഐൻസ്റ്റീന് ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. ബെർലിൻ യൂണിവേഴ്സിറ്റിക്കകത്ത് വീണ്ടും നമ്മൾ തനിയാവർത്തനങ്ങൾ ഉണ്ടാവുകയാണ്. സർവകലാശാലകളിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു. അപ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറിയെല്ലാം തെറ്റാണ്. ഇതൊരു ജൂയിഷ് കോൺസ്പിറസിയാണ്. റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ജൂയിഷ് കോൺസ്പിറസിയാണ് എന്ന് വരെ പറഞ്ഞു. ഐൻസ്റ്റീൻ അങ്ങോട്ട് പോയി. ഐൻസ്റ്റീൻ അമേരിക്കയിലേക്ക് പോയി പൗരത്വം സ്വീകരിച്ചു. കാരണം ഐൻസ്റ്റീന് പോലും ആക്രമിക്കപ്പെടുമോ എന്ന ഭയമുണ്ടായി. എത്രയോ ആളുകൾ അമേരിക്കയിലേക്ക് പോയി. പഠിപ്പുള്ളവരും കച്ചവടക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടു പോയി.
അന്ന് അമേരിക്ക ഇത്രയും ശക്തമായിട്ടില്ല. ഇപ്പോൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലും എത്തി കുറച്ച് പേർ. ഇന്ത്യയിൽ അപ്പോഴല്ല എത്തിയത്, അത് വളരെ ആയിരക്കണക്കിന് വർഷം മുമ്പ് എത്തിയത്, 2000 വർഷം മുമ്പ് എത്തിയത്. ഈ പെർസിക്യൂഷൻ്റെ പേരിലല്ല ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ കൊച്ചിയിലൊക്കെ ഉള്ളത് നൂറുകണക്കിന് വർഷം മുമ്പുള്ള കച്ചവടത്തിന് വന്നത്. അവരെ നോക്കിയാണ് സെൻറ് തോമസ് വന്നത് എന്നുള്ള മറ്റൊരു കഥയുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. പെർസിക്യൂഷൻ്റെ പേരിൽ പോയത് അമേരിക്കയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർ ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റി ആണ് യഹൂദന്മാർ എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ വലിയൊരു ഐക്യമുന്നണി രൂപപ്പെട്ടു. റഷ്യയും അമേരിക്കയും ഇംഗ്ലണ്ടും ഒരു ഭാഗത്ത് നിന്നു, അല്ലേ? അപ്പോൾ ഇന്ത്യയും ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തല്ലേ നിൽക്കാൻ പറ്റും. ടെക്നിക്കലി ഇന്ത്യ അതിൻ്റെ ഭാഗമാണ്. മറുഭാഗത്ത് ജർമ്മനിയും ഇറ്റലിയും തുർക്കിയും. തുർക്കി ജർമ്മനിയുടെ കൂടെയായിരുന്നു, എല്ലാ കാലത്തും തുർക്കി അവരുടെ കൂടെയായിരുന്നു, മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് യുദ്ധം നടന്നത്. അറിയാമല്ലോ, അച്ചുതണ്ട് ശക്തികൾ ഒരു ഭാഗത്ത്, ജർമ്മനിയുടെ നേതൃത്വത്തിൽ സഖ്യശക്തികൾ മറുഭാഗത്ത്. അതിൽ സഖ്യശക്തികൾ ജയിച്ചു. അതിൽ സ്റ്റാലിനും സോവിയറ്റ് യൂണിയനൊക്കെ വഹിച്ച പങ്ക്, സ്റ്റാലിനിസത്തോടൊക്കെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സോവിയറ്റ് യൂണിയൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ആ കാലത്ത് സോവിയറ്റ് റഷ്യയിലും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട്, പാർട്ടി പ്രവർത്തകർക്കെതിരെ സ്റ്റാലിൻ്റെ പർജൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വേറെ സബ്ജക്റ്റാണ്. എന്തായാലും ശരി, ഇത് നടന്നപ്പോൾ ഇനി യഹൂദന്മാരുടെ ഈ വാഗ്ദത്ത ഭൂമി എന്നുള്ള സാധനം വീണ്ടും പൊങ്ങി വന്നപ്പോൾ റഷ്യ അതിനെ എതിർത്തില്ല. ഇന്നിപ്പോൾ ഇടതുപക്ഷം പാലസ്തീൻ അനുകൂലമായിട്ടൊക്കെ പലരും പറയുന്നുണ്ട്. നാച്ചുറലി ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം വിജയിച്ച സന്ദർഭത്തിൽ സോവിയറ്റ് യൂണിയന് നിർണായകമായ ശക്തി ഉണ്ടായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ പറഞ്ഞില്ല ഇസ്രായേൽ ഉണ്ടാക്കണ്ടെന്ന്. പക്ഷെ ആര് പറഞ്ഞു? മഹാത്മാഗാന്ധി പറഞ്ഞു. മഹാത്മാഗാന്ധി പറഞ്ഞു ഉണ്ടാക്കാൻ പാടില്ല. വെറുതെ പറയല്ല. ഐക്യരാഷ്ട്രസഭയിലെ 181 പ്രമേയം, 181 പ്രമേയം ചർച്ചയ്ക്ക് വന്നപ്പോൾ 1947 ഓഗസ്റ്റിലാണ് ഇന്ത്യ ഉണ്ടായതെങ്കിലും വെറും നവംബർ മാസത്തിൽ നടന്ന വോട്ടെടുപ്പിൽ ഇന്ത്യ ഇസ്രായേൽ രൂപീകരിക്കേണ്ടതില്ല എന്ന് വോട്ട് ചെയ്തു. 48 മെയ് മാസത്തിലാണ് ഇസ്രായേൽ ഉണ്ടായത്. 47 ഇന്ത്യ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യമാണ്. അതിനെക്കുറിച്ച് ഹരിജനിൽ എഴുതിയിട്ടുണ്ട്. അത് ഇഷ്ടം പോലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് പോലെയാണ് യഹൂദന്മാർക്കും അവരുടെ നാട്. ഏത് നാട്? അവർ താമസിക്കുന്ന നാട്. അതുകൊണ്ട് ഇവിടെ യഹൂദന്മാർ ചെതറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെവിടെയാണോ താമസിച്ചത് അവിടെ പുനരധിവാസം നൽകണം. കൊല്ലപ്പെട്ട യഹൂദന്മാരില്ലേ, അവരെല്ലാം സ്വത്തുക്കൾ വീണ്ടും കൊടുക്കണം അവരുടെ ബന്ധുക്കൾക്ക്. മഹാത്മാഗാന്ധിയാണ് ലോകത്ത് സോവിയറ്റ് യൂണിയനേക്കാൾ പ്രോഗ്രസീവായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ മഹാത്മാഗാന്ധി 1948 ജനുവരി 30 കൊല്ലപ്പെട്ടു എന്നുള്ളത് ഞാൻ അതിനോട് ചേർത്ത് വായിക്കുന്നില്ല. എന്നാലും ആരെങ്കിലും വായിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ രൂപീകരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അപ്പോൾ അവിടെ അതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടായി. ഈജിപ്റ്റ് യുദ്ധം ചെയ്തു, മറ്റുള്ള രാജ്യങ്ങൾ യുദ്ധം ചെയ്തു. ആ യുദ്ധങ്ങളിലൊക്കെ ഇസ്രായേലാണ് ജയിച്ചത്. അപ്പോൾ ഇസ്രായേൽ എന്നുള്ള രാജ്യമല്ല, അവർക്ക് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പിന്തുണയുണ്ട്. ഇപ്പോൾ പലരും, ഞാൻ ഇസ്രായേലിലെ ജനതയോട് വളരെയധികം സ്നേഹമുള്ള ആളാണ്. ഇപ്പോൾ ആനി ഫ്രാങ്ക് എന്ന പെൺകുട്ടി യഹൂദയല്ലേ? ആഷ്വിറ്റ്സിൽ കൊല്ലപ്പെട്ടത് യഹൂദന്മാരല്ലേ? യഹൂദന്മാരുടെ നമുക്ക് യാതൊരു വിരോധമില്ല, അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ. പക്ഷെ പീഡകനായിട്ട് മാറുമ്പോൾ എതിർത്തേ പറ്റുള്ളൂ. സാധാരണ ക്രിമിനോളജിയിൽ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പൊതുവേ പറയും ക്യാപ്റ്റർ ആൻഡ് ദ ക്യാപ്റ്റീവ്. ഒരാൾ ഒരു പോക്കറ്റ് അടിക്കാരൻ അയാളെ പിടിച്ച് അടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അയാൾ പറയും അയാൾ അടിക്കേണ്ടെന്ന് പറയും. കാരണം അയാളപ്പോൾ അവിടെ പീഡിതനായി. പോക്കറ്റ് അടിച്ചപ്പോൾ അയാളാണ് പീഡകൻ, അല്ലേ? അപ്പോൾ ക്യാപ്റ്റീവ് ആൻഡ് ക്യാപ്റ്റർ. അപ്പോൾ ക്യാപ്റ്റീവായിരുന്നു യഹൂദന്മാർ, പക്ഷെ അവർ ക്യാപ്റ്റർമാരായി. അവർ പലസ്തീനെതിരായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ച്. അപ്പോൾ അവരും റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അവർ ഇപ്പോൾ പാലസ്തീനിലെ ഓരോ ആളുകളും ചെയ്ത ഓരോ കാര്യങ്ങളും ശരിയോ തെറ്റോ എന്നിങ്ങനെ ലെൻസ് വെച്ച് നോക്കാനൊന്നും ഞാനില്ല. ഇപ്പോൾ ഭഗത് സിംഗ് ബോംബ് പറഞ്ഞത് ശരിയാണോ? ഭഗത് സിംഗ് അസംബ്ലിയിൽ ബോംബ് പറഞ്ഞില്ലേ? അത് തെറ്റായിരുന്നോ? അന്ന് തെറ്റായിരുന്നു. ബ്രിട്ടീഷുകാർക്ക്, നമുക്കല്ല.
അല്ലേ? ഈ മലബാറിൽ 16 സ്ഥലത്ത് ബോംബ് വെച്ചു സോഷ്യലിസ്റ്റുകൾ, ഇല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്. അത് തെറ്റായിരുന്നോ? അപ്പോൾ തെറ്റ് പറയാൻ വളരെ എളുപ്പമാണ്. പുന്നപ്രവയിലാർ തെറ്റായിരുന്നോ? അപ്പോൾ ആരാണ് പീഡിതൻ, ആരാണ് പീഡകൻ, ആരാണ് ക്യാപ്റ്റീവ്, ആരാണ് ക്യാപ്റ്റർ? എന്തായാലും പലസ്തീൻകാർ അവിടെ സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന ഒരു ദരിദ്ര എന്താ പറയുക കൃഷിക്കാരും ഒക്കെ ആയിട്ട് ചെറിയ കച്ചവടമൊക്കെയായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ്. അവരിലേക്ക് എന്തിനാണ് ഇസ്രായേലിനെ കൊണ്ടുവന്ന് വെച്ചത്? അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയുടെ നെഞ്ചത്ത് കുത്തിയ കഠാരയാണ്. പക്ഷേ ഇസ്രായേലിനെ എല്ലാവരും പാടി പുകഴ്ത്തി. ഇസ്രായേലിന് ഭയങ്കരമായ ശക്തിയുണ്ട്, അവർ ദൈവത്തിൻ്റെ ചോസൺ പീപ്പിളാണ്. ബൈബിളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ആ ഇസ്രായേൽ ഈ ഇസ്രായേലൊന്നുമല്ല, അതൊരു സാങ്കല്പിക ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ, അതിൽ കുറച്ച് പേര് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മഹാഭാരത കഥയും അല്ലെങ്കിൽ രാമായണമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കുരങ്ങന്മാരും ശ്രീരാമനും തമ്മിൽ ഐക്യമുന്നണി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കുരങ്ങനെ വിളിച്ചിട്ട് നീയാണോ ഇതിൻ്റെ ആളെന്ന് ചോദിക്കുന്നത് എത്ര അസംബന്ധമാണ്, അല്ലേ? അപ്പം അതൊക്കെ നമ്മുടെ ഇതിഹാസങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ ഇതിഹാസങ്ങളിൽ ബൈബിളും ഖുറാനും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഇതിഹാസങ്ങൾ, അല്ലെങ്കിൽ തൊറാത്ത്, യഹൂദൻ്റെ തൊറാത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇതൊക്കെ വന്നിട്ടുള്ളത്. പഴയ നിയമം യഹൂദൻ്റെ ആണല്ലോ. അപ്പോൾ അതിലൊക്കെയുള്ള കഥകളും അല്ലെങ്കിൽ അതിനകത്തുള്ള ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ സംഭവ വിവരണങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്ന് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇന്നത്തെ സമകാലീന രാഷ്ട്രീയം അത് വെച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇസ്രായേൽ ഉണ്ടായതിന് ശേഷമുള്ള യഹൂദ രാജ്യത്തിൻ്റെ, യഹൂദൻ്റെ അല്ല, യഹൂദ രാജ്യത്തിൻ്റെ പ്രവർത്തനം പ്രതിലോമകരമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവർക്ക് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് പറഞ്ഞു വന്നത്. പക്ഷേ ഇവരെ ഈ വിഷവാതകം കൊടുത്ത് കൊന്നപ്പോൾ ഇവരുടെ ശക്തിയൊക്കെ എവിടെയായിരുന്നു? ഈ വിഷവാതകം കൊടുത്ത് യൂറോപ്പിൽ മുഴുവൻ കൊന്നില്ലേ? അന്ന് അവർക്ക് ഇതേ ശക്തി ഉണ്ടായിരുന്നില്ലേ? ഇവിടെ വന്നപ്പോൾ അവർക്ക് അമാനുഷികമായ ശക്തിയുണ്ട് എന്നൊക്കെ അവരും കഷ്ടകാലത്തിന് വിശ്വസിച്ചു. പക്ഷേ അവരെ എല്ലാ കാലത്തും നിലനിർത്തിയത് അമേരിക്കയാണ്. കറണ്ട് പൊളിറ്റിക്സിലേക്ക് വന്നാൽ അവരെന്തിനാണ് ഇപ്പോൾ ഇറാനെ അറ്റാക്ക് ചെയ്തതെന്ന് അറിയില്ല. ഇപ്പോൾ ഹമാസ് കയറി ആദ്യം ആക്രമിച്ചു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അന്ന് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം അതിനൊരു സൊല്യൂഷൻ അതുകൊണ്ടുണ്ടാവില്ല. പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ വലുതായി, 10,000-കണക്കിന് കുട്ടികൾ പാലസ്തീനിൽ കൊല്ലപ്പെട്ടു. അപ്പോഴൊന്നും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണ്ണുനീർ തുള്ളി പോലും ഇസ്രായേൽ എന്ന രാജ്യത്തിനില്ല. അവിടുത്തെ യഹൂദന്മാർക്കില്ല എന്നല്ല, ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, അല്ലേ? അല്ല, ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, ഇനി വേട്ടയാടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഇറാനെ ആക്രമിക്കുന്നത്. അവിടെ ആണവായുധങ്ങൾ അവർ നിർമ്മിക്കുകയാണ്. അതിനെ തകർത്താൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. അല്ല, അങ്ങനെ നമുക്ക് പറയാമല്ലോ. നീ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ പണ്ട് നന്നായി പറഞ്ഞല്ലോ, 1500 കിലോമീറ്റർ അകലെയാണ് ഈ ഇറാൻ കിടക്കുന്നത്, അല്ലേ? ആ ഇറാനെ ആക്രമിച്ചത് ഏറ്റവും വലിയ ബ്ലണ്ടറായിട്ട് മാറി. ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു. അപ്പോൾ ഇറാൻ അല്ലെ ഇസ്രായേലിനെ ഒരു മുട്ടുസൂചി കൊണ്ട് കൊത്തിയാൽ കുന്തം കൊണ്ട് കുത്തുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ ഇരിക്കുകയാണ്, അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ 20-ാം തീയതി അല്ലേ? ഈ 20-ാം തീയതി ജൂൺ മാസം ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ? അവർ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന എന്താ പറയുക ഇഷ്ടംപോലെ ബോംബിടുന്ന സംഗതികളടക്കം അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അമേരിക്ക ചെയ്തോ? അമേരിക്ക പറഞ്ഞത് എന്താണെന്നറിയോ? 2 ആഴ്ച കഴിയുമ്പോൾ പറയാമെന്ന്. എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ 2 ആഴ്ച കഴിഞ്ഞാണ് ആശുപത്രി കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ വഞ്ചിച്ചിരിക്കുക. എന്താ വഞ്ചിക്കാൻ കാരണം? അമേരിക്ക പ്രസിഡന്റ് പറയുന്നുണ്ട്, ഞാൻ നെതന്യാഹുവുമായിട്ട് ഫോണിൽ സംസാരിച്ചു, ഇപ്പം നിങ്ങൾ ഇറാനെ ആക്രമിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ നീ ചാവുന്നത് എനിക്ക് പ്രശ്നമല്ല എന്നാണ് ഇപ്പം അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, പക്ഷേ ഇറാന്റെ പല നേതാക്കളും പറയുന്നുണ്ട് ഇതിന് പിന്നിൽ അമേരിക്കയാണ്. അമേരിക്ക ഇസ്രായേലിനെ മുന്നിൽ നിർത്തി ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം സംഘടിപ്പിച്ചതായി അവിടുത്തെ ചില നേതാക്കളുടെ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അടി കൊണ്ടത് പോയി ആർക്കാ? ഇപ്പം അടി കൊണ്ടത് ഇസ്രായേലിനല്ലേ? തർക്കമുണ്ടോ? പണ്ട് ഇവിടെ എൻ്റെ സ്നേഹിതന്മാർ പലരും ഉണ്ട്, പ്രത്യേകിച്ചും ചില വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ. അവരൊക്കെ ഇസ്രായേലിൻ്റെ പൗരന്മാരാണെന്നുള്ള മട്ടിലൊക്കെയാണ് അവർ സംസാരിക്കുക. പക്ഷേ ഇസ്രായേലിനെ തകർത്ത് എനിക്കതിൽ ദുഃഖമുണ്ട്. ഞാനിന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത്, ഗാസയിലും ടെല്ലവീവിലും ടെഹ്റാനിലും
ഉയരുന്ന വിലാപങ്ങൾക്കൊരേ സ്വരമാണ്. മനുഷ്യരല്ലേ മരിക്കുന്നത്? യഹൂദൻ്റെ കരച്ചിലും പലസ്തീൻകാരൻ്റെ കരച്ചിലും ഇറാനിയുടെ കരച്ചിലൊക്കെ ഒന്ന് തന്നെയല്ലേ? അതിന് വല്ല ഭാഷാന്തരമുണ്ടോ? ഒരു കരച്ചിൽ കേട്ടാൽ ഇതാരുടെ കരച്ചിലാണെന്ന് ഒരു ഭാഷാശാസ്ത്രജ്ഞന് മനസ്സിലാവില്ല, വിഷ്വൽ കണ്ടില്ലെങ്കിൽ. ഇന്ന് പശ്ചിമേഷ്യ വിലാപഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്ക നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ മനസ്സിലെന്താ? അവിടെ ഇലക്ഷൻ കാലത്ത് ഒരു കാര്യം പറഞ്ഞു, റിപ്പബ്ലിക്കൻ പാർട്ടി, ഞങ്ങളിനി അമേരിക്കൻ പട്ടാളത്തെയും കൊണ്ട് ഒരു സ്ഥലത്തും പോവില്ല. അപ്പോൾ അവിടെ പ്രഷറുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് ട്രംപിന് പ്രഷറുണ്ട്. ഇപ്പോൾ ഇലോൺ മസ്ക് നേരത്തെ തന്നെ വിട്ടുപോയി. അല്ല, ട്രംപ് വോട്ട് ചോദിച്ചത് ഞാൻ അധികാരത്തിൽ വന്നാൽ ഗാസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒന്നും നടന്നില്ല. ഇപ്പം എന്താ സ്ഥിതി? മഗ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം അവർ തുടങ്ങിയിട്ടുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിനാദ്യം ചെയ്യേണ്ടത് അവിടെ ഇവിടെയും പോയിട്ട് യുദ്ധം ചെയ്യേണ്ട. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങി, പണ്ട് വിയറ്റ്നാമിൽ നിന്ന് മടങ്ങി, ഇറാഖിൽ നിന്ന് മടങ്ങി. ഇനി സ്വന്തം കാര്യം നോക്കാൻ പോലും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാണ്. അമേരിക്കയ്ക്ക് ബദലായി എത്രയോ രാജ്യങ്ങൾ വന്നു. ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് അല്ലേ? താരിഫ് പറഞ്ഞപ്പോൾ ചൈന ചിരിക്കുകയാണ് ചെയ്തത്. പിന്നെ അതൊക്കെ പിൻവലിച്ചു. ഏതാണ്ട് ഈ വിലകോര പട്ടിക എഴുതി വെച്ച മാതിരിയാണ് ഒരു ബഫൂണിനെ പോലെ ട്രംപ് പലതും ചെയ്തത്. പക്ഷേ ഇന്നത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ അമേരിക്കയുടെ പഴയ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം. അല്ല, നാം ഈ അമേരിക്കയെ സൂചിപ്പിക്കുമ്പോൾ ഇതൊരു ട്രംപിൻ്റെ കഴിവുകേടായാല് നോക്കി കാണേണ്ടത്. കാരണം നിരന്തരം ആദ്യം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ ഞാൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു. ഇടക്കാലത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പല പരാമർശങ്ങൾ നിർത്തി എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനെ ഒരുപാട് അവരുടെ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരുപാട് അവർക്കൊരു വലിയ ബഹുമാനം ജനങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ എവിടെയോ ഈ ട്രംപ് വന്നതിന് ശേഷം അത് ഊർന്നു പോയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ തോറ്റ സമയത്തുണ്ടായ സംഭവങ്ങൾ അറിയാലോ. നമ്മുടെ മലയാളികളടക്കം ഉണ്ട് അതിൽ അദ്ദേഹത്തെ പിന്താങ്ങുന്നതിന്. പക്ഷേ ഇന്നലത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ്രായേൽ ജനതയെ ആകെ വഞ്ചിച്ചിരിക്കുകയല്ലേ അവർ. 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഇറാൻ അവിടെ നിന്ന് ശക്തമായ അറ്റാക്ക് നടത്താണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ 2 രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ കഷ്ടിച്ച് 1 കോടി ജനങ്ങളാണ് എവിടെയുള്ളത്? ഇസ്രായേലിലുള്ളത്. 9 കോടി ജനങ്ങൾ, 10 കോടി ജനങ്ങളോളം അവിടെ ഇറാനിലുണ്ട്. ഇറാനാണെങ്കിൽ ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ്. ഇസ്രായേലോ അതിന് മാത്രം എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇസ്രായേലിൻ്റെ കയ്യിലില്ല. ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത് അമേരിക്കൻ സഹായമാണ്. അമേരിക്കൻ സഹായം കിട്ടിയില്ല, ഇസ്രായേൽ ചാത്തുപോയില്ലേ? ഇപ്പം തന്നെ എല്ലാവരും ഇതാ യൂറോപ്പിലേക്ക് അറബികൾ അല്ലെങ്കിൽ മുസ്ലിംസ് അഭയാർത്ഥികളായിട്ട് വരുന്നു എന്നുകൊണ്ട് വലിയ പ്രശ്നമായിരുന്നല്ലോ. ഇപ്പോൾ യഹൂദൻ വീണ്ടും അഭയാർത്ഥിയായില്ലേ? ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ടില്ലേ? അപ്പോൾ മനുഷ്യൻ്റെ പലായനങ്ങൾ കാണുമ്പോൾ ചിരിക്കുന്നവരെ, ഞാൻ ചിരിക്കുന്നില്ല, ഞാൻ ഇസ്രായേലിൽ മരിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും കരച്ചിൽ കേൾക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം, സാമ്രാജ്യത്വ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. പാലസ്തീനെയും ഇസ്രായേലിനെയും 2 രാജ്യങ്ങളായി വിഭജിച്ച് അവർക്കുള്ള അംഗീകാരം ഐക്യരാഷ്ട്ര സഭയിൽ കൊടുത്ത് സമാധാനപരമായി ജീവിക്കുന്ന 2 അയൽ രാജ്യങ്ങളാകുക എന്നല്ലാതെ 2 നേഷൻ തിയറി അല്ലാതെ അവിടെ വിജയിക്കാൻ പോണില്ല. അതേപോലെ ഒരു ആവശ്യമില്ലാതെ അമേരിക്ക പോലും മടിച്ചു നിൽക്കുന്നിടത്തേക്ക് ഇസ്രായേൽ ഓടിക്കാറേണ്ട ആവശ്യമുണ്ടോ? അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം വരുന്നത് ഇസ്രായേലിന്റെ പ്രധാന പ്രതിരോധ മന്ത്രി പറയുന്ന ഖമേനിയെ കൊലപ്പെടുത്തുമെന്നാണ്. അതൊക്കെ ഒരു തരംതാണ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ. അതൊക്കെ പിന്നെ അവരെ ബൂസ്റ്റ് ചെയ്യാനായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ അയക്കുന്ന മിസൈലുകൾ ഇന്ന് ഇസ്രായേലിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരങ്ങോട്ട് അയക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അവർക്കൊരുപാട് റിസോഴ്സസ് ഉണ്ട്. അത് മുഴുവനൊന്നും ഇവരയക്കുന്ന മുഴുവൻ മിസൈൽ അയച്ചാലും തീരാൻ പോകുന്നില്ല. പോരാത്തതിനെ ചൈന ഇറാനെ സഹായിക്കാൻ നിൽക്കുന്നു. പിന്നെ മറ്റൊരു കഥാപാത്രമാണ് വടക്കൻ കൊറിയ. വടക്കൻ കൊറിയക്കാരുടെ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാമല്ലോ. ഇത്രയും വലിയ ഏകാധിപതിയെ ലോകം കണ്ടിട്ടില്ല. അദ്ദേഹം ഇത് സന്തോഷമായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന മട്ടിൽ അവരും അണിനിരക്കുകയാണ്. റഷ്യ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ പോളിറ്റിക്സും നമ്മുടെ ലോകരാഷ്ട്രീയവും ഒരു വഴിത്തിരിവിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ അഭിപ്രായം, എൻ്റെ ആഗ്രഹം, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പകവീട്ടി തീർക്കേണ്ടതല്ല.
പറഞ്ഞു തീർക്കേണ്ടതാണ് പൊളിറ്റിക്സ്. അതല്ലേ ആധുനിക ലോകത്ത് ചെയ്യേണ്ടത്. ദൗർഭാഗ്യവശാൽ മലയാളി വായനക്കാരും ശ്രോതാക്കളും ഒക്കെ അവരൊക്കെ പക്ഷം പിടിച്ച് ഓരോ കൊലപാതകങ്ങളെ അങ്ങ് ആസ്വദിക്കുകയാണ്. ഞാൻ ആ കൂട്ടത്തിലില്ല. എല്ലാവരുടെയും കരച്ചിൽ ദയനീയമായിട്ടുള്ളതാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തെറ്റായ നടപടികൾ കൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾ കരയേണ്ടി വരാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഐക്യരാഷ്ട്രസഭയൊക്കെ ദുർബലമായി. ആരൊക്കെ ഇടപെട്ടാലും ശരി, ഇനി ആരിടപെടട്ടെ, ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം. ഒരു അണുയുദ്ധത്തിലേക്ക് പോകരുത്. ആണവായുധത്തിൻ്റെ പല രൂപങ്ങളും ഇറാൻ്റെ കയ്യിലുണ്ട്. മിസൈലിൽ പിടിപ്പിച്ച ആണവായുധങ്ങളുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഇസ്രായേലിൽ പതിക്കുകയാണെങ്കിൽ എത്രയോ കാലത്തേക്ക് പിന്നെ ആ രാജ്യം ഒന്നുമില്ലാതായി മാറും. അത് ഈ ആണവായുധത്തിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ ആണവായുധം ഇട്ടാൽ പാകിസ്ഥാനെ ബാധിക്കും. ഇന്ത്യ പാകിസ്ഥാനിലിട്ട് അവിടുന്ന് ബാധിക്കും. കാരണം നമ്മുടെ ഈ ക്ലൗഡിൽ വരെ ഇതിൻ്റെ പ്രസരം ഉണ്ടാവും. മേഘങ്ങൾക്ക് മേഘ സന്ദേശം എന്ന് പറഞ്ഞ പോലെ മേഘങ്ങൾക്ക് അറിയില്ലല്ലോ ഏതൊക്കെ രാജ്യത്തിൻ്റെ മുകളിൽ കൂടെ പോണേന്ന്. പാകിസ്ഥാൻ ഇന്ത്യയിലോ ഇന്ത്യ പാകിസ്ഥാനിലോ ഇട്ടാൽ ഇരു രാജ്യങ്ങൾക്കും അതിൻ്റെ ദോഷം ഉണ്ടാവും. അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഞാൻ ഇസ്രായേലിനെ ഈ ഒരു സന്ദർഭത്തിൽ വളരെ മോശമാക്കിയിട്ട് പറയാൻ ആഗ്രഹിക്കുകയല്ല. അവർ ചെയ്തു കൂട്ടിയത് വളരെ തെറ്റായിപ്പോയി. ലോകം അവർക്ക് വേണ്ടി കരഞ്ഞതാണ്. പക്ഷെ അവർ പലസ്തീൻ്റെ കരച്ചിൽ കേട്ടില്ല. അത് തിരുത്തണം. ഇന്നിപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ തിരുത്തും, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇറാനിലെ ഭരണാധികാരികളോടും നമുക്ക് വലിയ സ്നേഹമൊന്നുമില്ല. അവിടെ തട്ടമിടാതെ നടന്നു എന്നുകൊണ്ടൊരു കുട്ടിയെ ആക്രമിച്ച സംഭവം അവിടെ ഉണ്ടായല്ലോ. ഫണ്ടമെന്റലിസത്തിൻ്റെ ഒരു കേന്ദ്രീകരണമുള്ള സ്ഥലമാണ് ഇറാനും. അപ്പോൾ ഇറാനിലെയും ഇസ്രായേലിലെയും അമേരിക്കയിലും എല്ലാ ഭരണാധികാരികൾ സാമാന്യബോധത്തിലേക്കും യുക്തിയിലേക്കും ആധുനിക ലോക സാഹചര്യങ്ങളിലേക്കും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.